വിക്രമാദിത്യ കഥകൾ ഭാഗം 37. കാവൽക്കാർക്ക് പരിഭ്രമമായി. തങ്ങളുടെ തല പോകുന്ന പ്രശ്നമാണ്. അന്ന് രാത്രിയിലും ജാഗ്രതയോടുകൂടി പാറാവുണ്ടായിരുന്നു. ഇതിനിടയിൽ ഉഷ്ണം നിമിത്തം വിക്രമാദിത്യനും പത്മാവതിയും കൂടി തങ്ങളുടെ കിടപ്പ് വെളിയിലെ പൂന്തോട്ടത്തിലേക്കാക്കി. സംസാര സാഗരത്തിൽ മുഴുകി കുറെ കഴിഞ്ഞപ്പോൾ ഇളങ്കാറ്റേറ്റ് അവർ ഗാഢനിദ്ര പ്രാപിച്ചു. പറമ്പിന്റെ മുക്കും മൂലയും പരിശോധിച്ചുകൊണ്ടിരുന്ന കാവൽക്കാർ രണ്ടാളുകൾ സമീപത്തായി കിടന്നുറങ്ങുന്നത് കണ്ടു. അടുത്തു വന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് തങ്ങളുടെ ശ്രമം വിജയിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലായത്. കള്ളനെയും പത്മാവതിയെയും ഒരുമിച്ച് പിടിക്കാൻ കഴിഞ്ഞതിൽ അവർ അതിയായി ആഹ്ലാദിച്ചു. സാവധാനത്തിൽ ശബ്ദമുണ്ടാക്കാതെ അവർ കട്ടിൽ അതിൽ കിടന്നുറങ്ങുന്നവരോട് കൂടി പൊക്കിയെടുക്കുകയും രാജകൊട്ടാരത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. അർദ്ധരാത്രി ആയതുകൊണ്ട് അവർ കട്ടിൽ വഴിയിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിൽ കടത്തിവെക്കുകയും വാതിലുകളെല്ലാം അടച്ച് ആയുധധാരികളായി കാവൽ നിൽക്കുകയും ചെയ്തു. സുഖസുഷുപ്തിയിലാണ്ട വിക്രമാദിത്യനും പത്മാവതിയും തങ്ങൾ ആപത്തിൽപ്പെട്ടിരുന്ന വിവരങ്ങളൊന്നും അറിഞ്ഞതേയില്ല. പത്മാവതിയുടെ സ്നേഹിതയായ മധുരത്തിന്റെ വീട്ടിൽ താമസിക്കുന്ന ഭട്ടി താനിരിക്കുന്ന മുറിയുടെ ഒരു കോണിൽ നിന്നും ഗൗളി ചിലയ്ക്കുന്നത് കേട്ടു. ഗൗളിശാസ്ത്രത്തിൽ പണ്ഡിതനായിരുന്ന അദ്ദേഹം പരിഭ്രാന്തനായി. പെട്ടെന്ന് മധുരത്തെ വിളിച്ചു പറഞ്ഞു, കാര്യമെല്ലാം അവതാളത്തിലായെന്നാണ് തോന്നുന്നത്. വിക്രമാദിത്യനും പത്മാവതിയും രാജഭടന്മാരുടെ കയ്യിൽ പെട്ടിരിക്കുന്നു. അവരിപ്പോൾ കൊട്ടാരത്തിനരികിലുള്ള ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുകയാണ്. പുറത്ത് കാവൽക്കാരുണ്ട്. നേരം പുലർന്നാൽ കാര്യം കുഴപ്പത്തിലാകും. രാജാവും രമേശനും അറിഞ്ഞാൽ അപകടമാണ്. അങ്ങ് എന്താണ് ചെയ്യാൻ വിചാരിക്കുന്നത്? അവരെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? മധുരം ചോദിച്ചു. വഴി ഉണ്ടാക്കണം. ധൈര്യപൂർവ്വം പ്രവർത്തിക്കുകയാണ് ഇവിടെ ആവശ്യം. നീ ഞാൻ പറയുന്നത് അതേപടി അനുസരിച്ചാൽ മതി. ഭട്ടിയും മധുരവും ഉടൻ തന്നെ ക്ഷേത്രത്തിലെ പൂജാരിയുടെ വേഷം ധരിച്ച് പ്രഭാത പൂജയ്ക്കെന്ന വ്യാജേനെ ക്ഷേത്രത്തിലേക്ക് യാത്രയായി. കാവൽക്കാർ തടഞ്ഞപ്പോൾ രാജകൽപ്പന പ്രകാരമാണ് തങ്ങൾ പൂജിക്കാൻ വന്നിട്ടുള്ളതെന്നും കൽപ്പന ലംഘിച്ച് തങ്ങളെ തടയുന്നത് രാജാവിന്റെ കോപത്തിന് കാരണമാകുമെന്നും അവർ ഭീഷണിപ്പെടുത്തി. കാവൽക്കാർ കുഴപ്പത്തിലായി. പൂജാരിയെയും പൂജാരിണിയെയും അകത്തേക്ക് കടത്താതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അവസാനം അവർ സമ്മതിച്ചു. പൂജ കഴിഞ്ഞ ഉടൻ പുറത്തേക്ക് പോരാമെന്നും അകത്ത് ചെന്ന് മറ്റു കാര്യങ്ങളിലൊന്നും തലയിടുകയില്ലെന്നുള്ള കരാറിൽ അവരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അകത്ത് കടന്നയുടനെ ഭട്ടി അപ്പോഴും ഉറങ്ങിക്കിടന്നിരുന്ന വിക്രമാദിത്യനെയും കുമാരിയെയും വിളിച്ചുണർത്തി. അപ്പോഴാണ് വിക്രമാദിത്യന് അപകടശങ്കയുദിച്ചത്. ഭട്ടി വേഗം തന്നെ താൻ ധരിച്ചിരുന്ന പൂജാരിയുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് വിക്രമാദിത്യനെ ധരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ വസ്ത്രാഭരണങ്ങൾ സ്വയം ധരിക്കുകയും ചെയ്തു. മധുരവും പത്മാവതിയും തമ്മിലും ഇങ്ങനെ വേഷം പകർന്നു. പൂജ കഴിഞ്ഞ് പോകുന്നവരെ പോലെ വിക്രമാദിത്യനും പത്മാവതിയും പുറത്തേക്ക് കടന്ന് തങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചേർന്നു. ഭട്ടിയും മധുരവും മൂടിപ്പുതച്ച് ഉറക്കം അഭിനയിച്ചു കിടന്നു. അടുത്ത പ്രഭാതത്തിൽ കാവൽക്കാർ ക്ഷേത്രം തുറന്ന് കട്ടിൽ പൊക്കിയെടുത്ത് കൊട്ടാരത്തിലെത്തിക്കുകയും പത്മാവതിയെയും കള്ളനെയും പിടിച്ച് ബന്ധനസ്ഥരാക്കിയിരിക്കുന്ന വിവരം രാജാവിനെ അറിയിക്കുകയും ചെയ്തു. രാജാവ് സന്തോഷത്താൽ മതിമറന്നു. രമേശനെ വിളിച്ചുകൊണ്ടുവരുവാൻ അദ്ദേഹം ആളെ അയച്ചു. രമേശൻ വേഗത്തിൽ തന്നെ എത്തിച്ചേരുകയും വിവരങ്ങൾ കേട്ട് ദുഃഖിക്കുകയും ചെയ്തു. സ്വപുത്രിയെക്കുറിച്ചോർത്ത് അയാളുടെ ഉള്ളുരുകി. കിടന്നുറങ്ങുന്ന ഇരുവരെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാജാവ് അയാളെ പരിഹസിച്ചു. ഹേ രമേശൻ, നിങ്ങളുടെ പതിവ്രതയായ പുത്രിയാണ് ജാരനോടൊപ്പം ആ കിടന്നുറങ്ങുന്നത്. നല്ലവണ്ണം കണ്ണു തുറന്നു നോക്കി കണ്ടോളൂ. നിങ്ങളല്ലേ കുലത്തെക്കുറിച്ചും വംശമര്യാദയെക്കുറിച്ചുമൊക്കെ എന്നോട് പ്രസംഗിച്ചത്? ഇപ്പോൾ എന്തായി? അവളെപ്പറ്റി ഞാൻ പരമാർത്ഥം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ അധിക്ഷേപിച്ചു. അതിൻ്റെ ഫലമാണ് ഇവിടെ കാണുന്നത്. കള്ളനെന്നോ തെമ്മാടിയെന്നോ ചണ്ടാളനെന്നോ നിശ്ചയമില്ലാത്ത ഒരുത്തൻ, ഇണങ്ങിയ ആട്ടിൻകുട്ടിയെപ്പോലെ അവനോടൊപ്പം കിടന്നുറങ്ങുന്ന മകൾ. രണ്ടുപേരെയും ഒന്നിച്ചു നോക്കൂ, കണ്ടോളൂ. ആരെവിടെ? അവരെ വേഗം പുറത്തേക്കെടുക്കൂ. ഒരു സേവകൻ വന്ന് പുതപ്പ് വലിച്ചു നീക്കിയപ്പോൾ ഭട്ടിയും മധുരവും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നവരെ പോലെ കണ്ണും തിരുമ്മി എഴുന്നേറ്റു. മുമ്പിൽ രാജാവിനെയും കുറെ അപരിചിതരെയും കണ്ട് മധുരം നാണിച്ച് ഒരു തൂണിന്റെ മറവിൽ ഒളിച്ചു. ഭട്ടി ഒരക്ഷരം പോലും മിണ്ടാതെ കുത്തിയിരുന്നു. രാജാവിൻ്റെ മുഖം പെട്ടെന്ന് വാടിപ്പോയി.
തൻ്റെ പ്രതീക്ഷകളെല്ലാം പെട്ടെന്ന് തന്നെ തകർന്നു പോയതിൽ അദ്ദേഹത്തിന് കലശലായ വ്യസനവും നിരാശയുമുണ്ടായി. രമേശന്റെ സന്തോഷം പറയാനില്ല. അപമാന ഭാരത്തിന്റെ അഗാധ ഗർത്തത്തിൽ നിന്ന് നിമിഷങ്ങൾക്കകം ഉയർത്തെഴുന്നേറ്റതിൽ അദ്ദേഹം അതിരറ്റ് ആഹ്ലാദിച്ചു. സമൃദ്ധിയായ മധുരം ധൈര്യപൂർവ്വം രാജാവിനോട് പറഞ്ഞു, മഹാപ്രഭു, അങ്ങ് അധർമ്മമാണ് ചെയ്തത്. എന്നെ അപമാനിക്കാൻ അങ്ങേക്ക് അവകാശമില്ല. അങ്ങേക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് തല്ലി ഓടിക്കാം. അത്രയേ പാടുള്ളൂ. നാണം കെട്ട രാജാവ് തൻ്റെ തെറ്റിദ്ധാരണ കൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു ചേർന്നതിൽ എല്ലാവരോടും പ്രത്യേകിച്ച് മാപ്പ് ചോദിക്കുകയും വേണ്ട സമ്മാനങ്ങൾ കൊടുത്ത് എല്ലാവരെയും പിരിച്ചയക്കുകയും ചെയ്തു. ഭട്ടിയും മധുരവും കൂടി ഒരു ഗ്രഹത്തിലും വിക്രമാദിത്യനും പത്മാവതിയും പഴയതുപോലെ രമേശന്റെ ഭവനത്തിലും താമസിച്ചു വരവേ പത്മാവതിയെ വിവാഹം കഴിച്ച ഭർത്താവ് ഒരു ദിവസം അപ്രതീക്ഷിതമായി മടങ്ങിയെത്തി. പത്മാവതി അത്യധികം ദുഃഖിക്കുകയും വിവരം വിക്രമാദിത്യനെ അറിയിക്കുകയും ചെയ്തു. പുതിയ വിപത്ത് തരണം ചെയ്യുവാൻ എന്താണ് മാർഗം? വിക്രമാദിത്യന് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. വിക്രമാംഗയായി അയാളെ മയക്കിയെടുക്കാനായിരുന്നു പ്ലാൻ. അതനുസരിച്ച് പത്മാവതിയും ഭർത്താവും കൂടി മണിയറയിൽ സ്വൈര്യസലാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ വിക്രമാംഗ പെട്ടെന്ന് അവിടെ കയറി ചെന്നു. മുറിയിൽ അപരിചിതനായ പുരുഷനിരിക്കുന്നത് കണ്ട് അവൾ ലജ്ജ അഭിനയിക്കുകയും ഇടറിയ ശബ്ദത്തിൽ പത്മാവതിയോട് ഒന്ന് രണ്ട് വാക്ക് സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോരുകയും ചെയ്തു. പോരുമ്പോൾ അയാൾക്ക് മധുരമായ ഒരു പുഞ്ചിരിയും ചടുലമായ ഒരു കടാക്ഷവും സമ്മാനിക്കാൻ അവൾ മറന്നില്ല. ആ കടാക്ഷ ശരമേറ്റ ഉടനെ അയാളുടെ മനസ്സ് വിക്രമാംഗയിൽ ലയിച്ചു. അവളുടെ രൂപലാവണ്യവും കൊഞ്ചിക്കുഴയലും അയാളുടെ മനസ്സിനെ ഇളക്കി മറിച്ചു. അയാൾ ഭാര്യയോട് ചോദിച്ചു, ഇപ്പോൾ ഇവിടെ വന്ന ആ സ്ത്രീ ആരാണ്? എൻ്റെ തോഴിയാണ്, വിക്രമാംഗ. അവൾ മറുപടി പറഞ്ഞു. അതിനുശേഷവും പല ദിവസങ്ങളിലും അയാൾ വിക്രമാംഗയെ കണ്ടുമുട്ടി. അവളുടെ നാണം കുടുങ്ങിയുള്ള നിൽപ്പും ചലനങ്ങളും അയാളുടെ മനസ്സിൽ അവളെ പ്രതി അഭിനിവേശമുണ്ടാക്കുവാൻ പര്യാപ്തമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ അയാൾ രഹസ്യമായി വിക്രമാംഗയുടെ മുറിയിൽ ചെന്ന് സംഭാഷണത്തിലേർപ്പെട്ടു. അവൾ എതിർപ്പൊന്നുമുണ്ടാക്കാതെ തൻ്റെ അഭിനയം തുടർന്നു. സരസ സംഭാഷണങ്ങൾക്കിടയിൽ അവൾ എന്തോ കാരണം പറഞ്ഞ് പുറത്തേക്ക് പോവുകയും തൻ്റെ മാന്ത്രിക വാളുമായി തിരിച്ചു വരികയും ചെയ്തു. പക്ഷേ അയാൾ ഇതൊന്നും അറിഞ്ഞില്ല. തൻ്റെ സമീപത്തേക്ക് നീങ്ങാൻ ശ്രമിച്ചപ്പോൾ വിക്രമാംഗ അയാളുടെ മൂക്ക് ഛേദിച്ചു കളഞ്ഞു. അപ്പോഴാണ് അയാൾക്ക് താൻ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ബോധ്യമായത്. മൂക്കുമുറിഞ്ഞ വേദനയും ഭാര്യയും ഭാര്യാപിതാവും ഇതറിഞ്ഞാലുള്ള അപമാനവും സഹിക്കാൻ കഴിയുന്നതല്ലായിരുന്നു. ഇനി എങ്ങനെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുഖത്തു നോക്കും? ജീവിച്ചിരുന്നിട്ട് ഫലമില്ലെന്ന് നിശ്ചയിച്ച് അയാൾ കിണറ്റിൽ ചാടി മരിച്ചു. ഈ വിവരം വേതാള മുഖേന അറിയാനിടയായപ്പോൾ വിക്രമാദിത്യൻ പത്മാവതിയുടെ അടുക്കലേക്ക് ചെന്നു പറഞ്ഞു, പ്രിയേ, നിന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. നേരം പുലർന്നാൽ അയാളെ കാണാനില്ലെന്ന വാർത്ത പരക്കും. ഞാനും പോകുകയാണ്. നിന്റെ ഭർത്താവ് എന്നെയും കൂട്ടി കടന്നു കളഞ്ഞുവെന്ന് പറഞ്ഞു പരത്തണം. അല്പ ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ മടങ്ങി വന്ന് നിന്നെ കൊണ്ടുപോയിക്കൊള്ളാം. അതിനു പറ്റിയ സൂത്രമൊക്കെ ഞാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട്. പത്മാവതിയോട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് അദ്ദേഹം യാത്രയായി. എന്നിട്ട് ഭട്ടി താമസിക്കുന്ന മധുരത്തിൻ്റെ ഗ്രഹത്തിലേക്ക് എത്തി. നേരം വെളുത്തപ്പോൾ പത്മാവതിയുടെ ഭർത്താവ് വിക്രമാംഗയും കൊണ്ട് ചാടിപ്പോയിരിക്കുന്നു എന്ന വാർത്ത പരന്നു. രമേശന്റെ പരിഭ്രമത്തിന് അതിരുണ്ടായിരുന്നില്ല. തന്നെ പോലെ തന്നെ പണവും പ്രതാപമുള്ള ഒരാളാണ് വിക്രമാംഗയുടെ പിതാവ്. അദ്ദേഹം മകളെ തൻ്റെ സംരക്ഷണയിലാക്കിയാണ് പോയിരിക്കുന്നത്. ഇനി മടങ്ങി വന്ന് ചോദിക്കുമ്പോൾ എന്തു മറുപടി പറയും? അയാൾക്ക് മനസ്സിന് ശാന്തിയില്ലാതെയായി. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിച്ചിരുന്ന ആപത്തും മാനഹാനിയും പ്രത്യക്ഷമായി. വിക്രമാംഗയുടെ പിതാവിൻ്റെ വേഷത്തിൽ ഭട്ടിയും ഭർത്താവിൻ്റെ വേഷത്തിൽ വിക്രമാദിത്യനും മടങ്ങി വന്നു. രമേശൻ അവരെ സ്വീകരിച്ചു. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം മകളെ വിളിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ രമേശൻ പറഞ്ഞു, മാന്യ സുഹൃത്തെ, ഒരമളി പറ്റിയിരിക്കുന്നു. നിങ്ങളുടെ മകളെയും കൊണ്ട് എൻ്റെ മരുമകൻ ഒളിച്ചോടിപ്പോയി. ക്ഷമിക്കണം, ഞാൻ ഒട്ടും കരുതിയിട്ടില്ലാത്ത ഒരു സംഭവമാണിത്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി ആലോചിച്ചിട്ട് ഫലമില്ല. വിക്രമാംഗയുടെ പിതാവ് കോപിച്ചു. എന്താണ് ഹേ, നിങ്ങൾ എന്ത് അസംബന്ധമായി ഈ പറയുന്നത്? നിങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയല്ലേ എൻ്റെ മകളെ ഇവിടെ നിർത്തിയത്? അവളെ കാണാനില്ലെന്നോ? ഇതെവിടുത്തെ ന്യായമാണ്?
ഈ നാട്ടിൽ രാജാവും നീതി പരിപാലനവും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. വരട്ടെ, ക്ഷമിക്കൂ, രമേശൻ അപേക്ഷിച്ചു. രാജാവ് അറിഞ്ഞാൽ കുഴപ്പമാണ്. എന്നെ കഷ്ടത്തിലാക്കാൻ ഒരു പഴുത് നോക്കിയിരിക്കുകയാണ് രാജാവ്. അതുകൂടാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ ഒതുക്കി തീർക്കാം. വിക്രമാംഗയുടെ പിതാവും ഭർത്താവും ബഹളം കൂട്ടാൻ തുടങ്ങി. മകളെ ഇപ്പോൾ കിട്ടണമെന്ന് ഒരാളും ഭാര്യയെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നിടത്ത് നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് മറ്റേയാളും ഉച്ചത്തിൽ ആവശ്യപ്പെടാൻ തുടങ്ങി. ഉറക്കെയുള്ള സംസാരം കേട്ട് ചില അയൽക്കാർ അവിടെ ഓടിക്കൂടി. കാര്യം മനസ്സിലായപ്പോൾ അവരിൽ ചിലർ മാധ്യസ്ഥം വഹിക്കാനൊരുങ്ങി. ഒരാൾ അഭിപ്രായപ്പെട്ടു, നഷ്ടപ്പെട്ടവരെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തർക്കിക്കുന്നതിൽ ഭംഗിയില്ല. ഇനിയുള്ള കാര്യം പര്യാലോചിച്ചാൽ മതി. രമേശൻ തൻ്റെ പുത്രിയെ ഇയാൾക്ക് മകൾക്ക് പകരം വിട്ടുകൊടുക്കട്ടെ. മറ്റേയാൾ തൻ്റെ ഭാര്യയ്ക്ക് പകരം രമേശൻ്റെ മകളെ സ്വീകരിക്കണം. ഒരേ ജാതിയാണല്ലോ. അങ്ങനെ അവസാനം ഈ തീരുമാനത്തോട് എല്ലാവരും യോജിച്ചു. രമേശൻ മനസ്സില്ലാ മനസ്സോടെ സ്വന്തം പുത്രിയെ വിക്രമാംഗയുടെ ഭർത്താവിന് വിവാഹം ചെയ്തു കൊടുത്തു. വിക്രമാദിത്യനും ഭട്ടിയും പത്മാവതിയും വേതാളവും ഉജ്ജയിനിയിലേക്ക് തിരിച്ചു. വിക്രമാദിത്യ രാജാവ് അവിടെ ദീർഘകാലം സുഖസംതൃപ്തിയോടെ നാടുവാണു. സാലഭഞ്ജിക പറഞ്ഞു, ഹേ ഭോജരാജൻ, ഞങ്ങളുടെ സ്വാമിയായ വിക്രമാദിത്യന്റെ ബുദ്ധിചാതുര്യവും ധീരതയും പ്രകടമാക്കുന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. അങ്ങേക്ക് ഇതിൻ്റെ ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ ഈ സിംഹാസനത്തിലേക്ക് കയറാം. പക്ഷേ വിക്രമാദിത്യ ചക്രവർത്തിയുമായി തുലനം ചെയ്യുമ്പോൾ നിസ്സാര ജീവിയായ അങ്ങ് ഇതിൽ ആരോഹണം ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടിട്ട് എനിക്ക് അനുകമ്പ തോന്നുന്നു. രത്നവല്ലിയുടെ കഥ പറച്ചിൽ അവസാനിപ്പിച്ചപ്പോൾ സൂര്യബിംബം പടിഞ്ഞാറേ ചക്രവാളത്തിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു. ഭോജ മഹാരാജാവും മന്ത്രി ചന്ദ്രസേനനും സന്ധ്യാകർമ്മങ്ങൾക്കായി തിരിച്ചു.